ഹലോ ഗായ്സ് അഗെയിൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വൺ പ്ലസ് എൻ്റെ ഒരു ഫോണുമായിട്ടാണ്. ഡ്യൂഡ് സിനിമയിൽ കണ്ട പോലത്തെ അവൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെ വേറൊരു വെർഷൻ ഫോൺ. നമുക്ക് നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് പോവുക, ഫോൺ എടുക്കുക. ഇതാണ് വൺ പ്ലസ്. അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ അവൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ലെതർ ഫിനിഷ് റെഡ് കളറാണ്. ഇതൊരു ബ്ലൂ കളറാണ് വരുന്നത്. നല്ല അടിപൊളി ഫോൺ, ഒരു രക്ഷയില്ലാത്ത ഫോണാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. വില കണ്ട 47 രൂപ, 37 ഉള്ളൂ. നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണെന്നേ ഞാൻ പറയും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സൂപ്പർ ബ്രൈറ്റ് 4K പ്രോ XDR ഡിസ്പ്ലേ ആണ് വരുന്നത്. 16 GB റാം ഉണ്ട്. പക്ഷേ ഇത് 16 GB നമുക്കിപ്പോൾ ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 8th Gen 2 പ്രൊസസ്സറാണ് ഇരിക്കുന്നത്. 5500 mAh ബാറ്ററിയൊക്കെയാണ് വരുന്നത്. ഈ ഫോൺ കണ്ടല്ലോ, വൺ പ്ലസ് നെവർ സെറ്റിൽ എന്ന് പറയുന്നൊരു ഫോണിലാണ് ഇത്രയും ഫീച്ചേഴ്സൊക്കെ വരുന്നത്. നല്ല അടിപൊളി ഫോണാണ്. 50 മെഗാപിക്സലിൻ്റെ ക്യാമറയുള്ളൊരു ഫോണാണ്. എന്ത് സീന് ഫോണെന്നറിയാമോ ഇത്? എന്ത് അടിപൊളി ഫോണാണിത്. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കണ്ട ക്യാമറ ക്വാളിറ്റി എൻ്റെ മോനി. എൻ്റെ ലുക്കൊക്കെ ബാക്ക് ഗ്ലാസ് ഡിസ്പ്ലേ വരുന്നതാണ് തോന്നുന്നത്. കൂൾ ബ്ലൂ എന്നാണ് പറയുന്നത്. ഓക്കെ, വേറൊരു ലെതർ ഫിനിഷിലുള്ള നെവർ സ്റ്റീൽ സെറ്റിൽ വെർഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വൺ പ്ലസിൻ്റെ തന്നെ നല്ല അടിപൊളി ഒരു കണ്ടോ, അതും സ്നാപ്ഡ്രാഗൺ ലൈറ്റിൻ്റെ ഒരു ഇതാണ് വരുന്നത്. IP68ൻ്റെയും 69ൻ്റെയും പ്രൊട്ടക്ഷനായിട്ട് വരുന്നത്. 2K HD അല്ല, 2K 120 Hz പ്രോ XDRൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അൾട്രാ സ്ലിം ആണ് വരുന്നത്. നല്ല അടിപൊളി ഫോണാണ്. നോക്ക്, ഇതാണ് എല്ലാ ഫോൺസ് കമ്പനിയും കണ്ടുപഠിക്കേണ്ട ഒരു സാധനം. ഫ്രീ 188 ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് 188 ഡേയ്സ് ഫോണിന് എന്ത് പറ്റിയാലും താഴെ വീണ് പൊട്ടിയാലും അവർ ചെയ്തു തരും. ഇനിയൊരു കാര്യമാണ് ലൈഫ് ടൈം വാറൻറ്റി ഓഫ് ഡിസ്പ്ലേ. ഗ്രീൻ ലൈനിൻ്റെ ലൈഫ് ടൈം വാറൻറ്റി അവർ തരുന്നുണ്ട്. എല്ലാ ഫോൺസും അത് തരുന്നില്ല. അത് വൺ പ്ലസ് എല്ലാ ഫോൺസും അല്ല, എല്ലാ കമ്പനിയും തരുന്നില്ല. അത് വൺ പ്ലസിൻ്റെ മാത്രമാണ്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ, അതായത് ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാപിക്സലിൻ്റെയാണ്. നൈസ് ഫോർ ദിസ് പ്രൈസാണ് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. നല്ല ലെതർ ഫിനിഷ് ബ്ലൂ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്സിജൻ്റെ വോയിസ് ആണ് വരുന്നത്. ഓക്സിജൻ്റെ വോയിസ് 15 ആണ് വരുന്നത്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ആണ് വരുന്നത്. പിന്നീട് വാറൻറ്റിയൊക്കെ പറയുകയാണെങ്കിൽ 1 ഇയർ വാറൻറ്റിയാണ് വരുന്നത്. വാറൻറ്റി കാർഡ് ഇൻ ദി ബോക്സ് ആണ്. പിന്നീട് മോഡൽ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇത് ഞാൻ പറഞ്ഞിട്ട് പറയാം. ഡിസ്പ്ലേ വരുന്നത് നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD അല്ല, 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD 251 GB റാം ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല. കാരണം അത് നല്ലൊരു ഫോണാണ് കേട്ടോ. HD റെക്കോർഡിങ്ങും ഫ്ലാഷ് ലൈറ്റും ഫുൾ HD റെക്കോർഡിങ്ങും വരുന്നുണ്ട്. 8K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ് ടു 120 Hz വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൈമറി ക്യാമറ ലെൻസിലാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഫോണിൻ്റെ
ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടെ വൈഫൈ ഹോട്ട്സ്പോട്ട് ഉണ്ട്, USB ഒക്കെ സപ്പോർട്ട് ചെയ്യും, GPS മറ്റേ എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇത് കറക്റ്റ് നിങ്ങൾ പോയിട്ട് OnePlus നെവർ സെറ്റിൽ സീരീസിലെ 30 ആണ് ഇവിടെ ഉള്ളത്. 30 OnePlus 30 ആണുള്ളത്. നെവർ സെറ്റിൽ 30 ആണുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചത് 12R ആണ്. ഇതുണ്ടോ 3 കളർ രണ്ടോ. ഇനി ബ്ലാക്ക് കളർ സീനാണ്. ബ്ലൂ കുഴപ്പമില്ല, ആ വൈറ്റും കൊള്ളാം. ബ്ലാക്ക് കളർ പൊളിച്ച്. ബ്ലൂ ഒരു ലെതർ ഫിനിഷാണ് വരുന്നത്. ബ്ലാക്ക് ഒരു വുഡൻ ഫിനിഷിലാണ് കൊണ്ടുവരാൻ നോക്കിയത്. പിന്നീട് വേറൊന്നുണ്ട്, ഇതാണ്ട് കിടക്കുന്നു, വേറെ നെവർ സെറ്റിൽ വെർഷൻസ്. OnePlusൻ്റെ തന്നെയാണ്. ഇതും ഇല്ല. ഇത് കേട്ടോ നല്ല ഗ്ലീൻ. ഓട്ടോ മോനെ ഇത് സീന് ഫോണാട്ടോ. ലുക്കെല്ലാം അടിപൊളി. മറ്റേതിൻ്റെ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വരുന്നത്. എന്തായാലും വിലയൊക്കെ കുറവാണ്. വേറൊന്നുണ്ട്, അത് തന്നെ നല്ലൊരു അടിപൊളി നല്ല ക്ലാസിക് ഫോണാണ്. നോക്ക് ഷീടോ മോനെ, ഇത് വുഡൻ ഡിസൈനിലൊക്കെ OnePlusൻ്റെ ഗ്ലാസിൻ്റെ പൊന്നോ. ഇങ്ങനത്തെ ഫോണൊക്കെ ഇറക്കുമ്പോൾ വെല്ലുവിളിയാവും. കൊടുക്കണ വിലയ്ക്ക് ഉമ്മാർ സാധനം തരുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൊള്ളാം, നല്ല ഫോണാണ്. എനിക്ക് ആ വുഡൻ്റെ സാധനം കേട്ടോ, എൻ്റെ മോനെ എറിച്ച് നിൽക്കുകയാണ്. ശേടാ എന്ത് സീന് ഫോണാടേ. ആൻഡ്രോയിഡ് 13 നമുക്കത് അപ്ഡേഷനോട് വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഭയം വേണ്ട. നമുക്ക് ആൻഡ്രോയിഡ് 14 ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോണും നല്ല ബെറ്റർ ഫോണാണ്. ബെറ്റർ അല്ല, ബെസ്റ്റ് ഫോൺ ഇൻ എവർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയൂ ഇതാണെന്നേ പറയൂ. ഇത് നല്ല അടിപൊളി ഫോണാണ്. വേണമെന്നുള്ളവർക്കല്ല, ഈ ഫോൺ വാങ്ങുന്നവർ ഈ ഫോൺ വാങ്ങണമായിരിക്കും നല്ലത്. നെവർ സെറ്റിൽ സീരീസ് എന്ന് ഫ്ലിപ്കാർട്ട് കയറി അടിച്ചു കൊടുത്താൽ മതി. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിലയും കുറവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും അറിവ് കൂടുതൽ വേണമെങ്കിലോ എന്തെങ്കിലും അറിവ് മാറിപ്പോയെന്നെങ്കിലോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഇതേപോലെ ഫോണിൻ്റെ അപ്ഡേഷൻസ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.